ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റഫീഖ് മച്ചാൻ. എന്താണ് മച്ചന്മാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ദുരന്തർ സിനിമ കണ്ടിരിക്കുകയാണ്. ദുരന്തർ സിനിമ എന്ന് പറയുമ്പോൾ എന്ത് പറയണം, സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാതെ പോയി കണ്ടൊരു സിനിമയാണ്. ഞാൻ ചുമ്മാ ഇരുന്നപ്പം ഒന്ന് കയറി കാണാം എന്നുള്ള ഒരു ഇത് വെച്ച് ഞാൻ പോയി കണ്ടതാണ്. എൻ്റെ പൊന്നളിയ, 3-3.5 മണിക്കൂർ ആ സിനിമ എന്താണ് കാണിച്ചു വെച്ചെന്ന, അല്ലെങ്കിൽ അത് എന്തുവാ സംഭവം, നമ്മുടെ കിളി പാറിപ്പോകും. കാരണം അമ്മാതിരി രീതിയിലുള്ള സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും അതുപോലെ എന്തുവാ ഒരു ഓരോ സ്ലാങ് ആണെങ്കിലും എല്ലാം പൊളി സാധനം, ഒന്നും പറയാനില്ല. ഞാനത് ചുമ്മാ കയറിയത് ഈ സിനിമയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എന്തോ പറയുന്ന കുറേ റിവ്യൂ കാര്യങ്ങളെല്ലാം കണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഹിന്ദി സിനിമ ഒന്നും ഞാൻ അങ്ങനെ പോയി കൂടുതൽ കാണാൻ, നമ്മൾ കൂടുതൽ പോകുന്നെങ്കിൽ മലയാള സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമ, പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കാണുന്ന ചില ഇംഗ്ലീഷ് പടങ്ങൾ, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരുപാട് അങ്ങനെ സിനിമ കാര്യങ്ങൾ ഈ എന്താ പറയുക ഹിന്ദി ഫിലിമൊന്നും അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അപ്പം ഞാനിത് ഇങ്ങനെ പോയി ചുമ്മാ കണ്ട്, എന്തായാലും എനിക്ക് പടം പേഴ്സണലി നല്ല രീതിയിൽ തന്നെ ഇഷ്ടം. കാരണം 3-3.5 മണിക്കൂർ എന്ന് പറയുമ്പം അതൊരു നിസാര ടൈം അല്ല. കാരണം ഒരാളെ പിടിച്ചിരുത്തുന്നെന്ന് പറയുമ്പോൾ, ആ ഒരു 3-3.5 മണിക്കൂർ പിടിച്ചിരുത്തുന്നെന്ന് പറയുമ്പം അത് ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആൻമരിയ കലിപ്പിലാണ് അതിനകത്ത്, ആ കൊച്ചാണ് ഈ സിനിമയിൽ വലുതായി അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പൈ യൂണിവേഴ്സ് പരിപാടിയാണ്. സംഭവം ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ സംഭവം കാണിക്കുന്നത്. പക്ഷെ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ. കാരണം അതുപോലെ തന്നെ എന്തുവാ നമ്മുടെ ഇതിനകത്ത് രൺവീർ സിംഗ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും, എസ്പെഷ്യലി എല്ലാവരും പൊട്ടക്കനായിട്ട് തന്നെ കേട്ടോ ചെയ്തിരിക്കുന്നത്. എനിക്കിതിനകത്ത് പേര് അവരുടെ ഒന്നും വലുതായിട്ട് അറിയത്തില്ല, അതാണ് മെയിൻ പ്രശ്നം. എങ്കിലും സംഭവം കിടുക്കാച്ചയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കാണുക, മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്ക് ജസ്റ്റ്. കാരണം എന്താ പറയുന്ന അത്ര ഗൂസ് ബോൺസും കാര്യങ്ങളും, പിന്നെ അതുപോലെ വയലൻസ് അത്യാവശ്യം എങ്കിലും ഉണ്ട്. ഒരു സെറ്റപ്പ് എന്നുള്ള ഇതിൽ വയലൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ സിനിമയ്ക്കകത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ അവർ. അങ്ങനെ സംഭവം പോണത്. എന്തായാലും പടം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട്, അത്യാവശ്യം പേഴ്സണലി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറ. അപ്പോൾ എന്തായാലും അടുത്തൊരു സിനിമയുടെ റിവ്യൂ വരുന്നൊരു ബൈ.